വെൽക്കം ടു ഫുഡ് അഡിക്ട്സ് ബൈ നീതു. കുറേ ദിവസമായിട്ടോ ഞാനൊരു വീഡിയോ ലഞ്ച് വീഡിയോ ചെയ്തിട്ട് മെയിൻ കാരണം ഞാൻ മിക്കവാറും ഇവിടെ ഉണ്ടാവില്ല, അവിടെ പുറത്തും ഫംഗ്ഷനൊക്കെ ആയിരിക്കും. പിന്നെ ഉള്ള ദിവസം സമയം ഉണ്ടാവില്ല, മടി പിടിക്കും, ലാസ്റ്റ് ടൈമിൽ ഊണ് കഴിക്കും. അപ്പം അതുകൊണ്ടൊക്കെയാണ്. അപ്പം ഇന്ന് ഈദ് സ്പെഷ്യൽ ഒരു ലഞ്ച് ഞാൻ ചിക്കൻ കൊണ്ട് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാൽ പിന്നെ ആർഭാടാക്കണ്ടെന്നോർത്ത് ചിക്കൻ നമ്മൾ വേണ്ടെന്ന് വെച്ചു. ബാക്കി എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് പെട്ടെന്ന് വിളമ്പിയാൽ ഓൾറെഡി ലേറ്റായി, നന്നായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഓരോരോ കറികളായിട്ടും ചോറായിട്ടും ഒക്കെ എടുത്ത് വിളമ്പാം. അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇതിനാട്ടോ, ഇത് ബോൾ ഗ്രേപ്പ് ജ്യൂസാണ്. ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. പണ്ട് ഞാനിത് ഷോപ്പിലൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഷോപ്പിൽ നിന്ന് മേടിക്കാൻ എനിക്ക് അത്ര ഇഷ്ടമല്ല, കാരണം ഭയങ്കര ഷുഗർ ആഡ് ചെയ്യും അവർ. അപ്പം നമ്മൾ വീട്ടിൽ തന്നെ ആക്കുമ്പോൾ നമുക്ക് മുന്തിരി നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്യാം. അതുപോലെ അധികം ഷുഗർ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം നമ്മുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കി കുടിക്കാം. അപ്പം ഞാനിത് ഇടയ്ക്ക് ഉണ്ടാക്കി വെക്കാറുണ്ട്. പാത്തുട്ടിന് ഭയങ്കര ഇഷ്ടമാണ്. പാത്തുവിന് ഇത് ഉണ്ടാക്കാൻ അറിയാം. ഇത് കുടിച്ചോണ്ടൊന്നും ഞാൻ ഊണ് കഴിച്ചിട്ടില്ല. അപ്പം നമുക്ക് വിളമ്പാം. അപ്പം ആദ്യം തന്നെ നമ്മുടെ പ്ലേറ്റ് ഇവിടെ പിടിക്കാം. 50% തവിടുള്ള നല്ല കുത്തരിച്ചോറ്. പാത്തുവിനുണ്ടല്ലോ, വെക്കേഷൻ ആയതുകൊണ്ട് പാത്തു ഇവിടെ ഉണ്ട്. പാത്തു ഭയങ്കര കുക്കിങ്ങും, സ്വന്തമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ഉണ്ടാക്കി കഴിക്കുക, തന്നെയാണ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കുക. അവിടെ വെച്ചാൽ മതി, മാവൊക്കെ തന്നെ ഉണ്ടാക്കി കഴിച്ചോളും. പാൻ കേക്ക് ഉണ്ടാക്കുക, കേക്ക് ഉണ്ടാക്കുക, അത് തന്നെ പണി. നാട്ടുകാരെ മുഴുവൻ വിളിച്ചിട്ട് ഞാൻ ഉണ്ടാക്കി ഇതാ കഴിച്ച് നോക്ക് കുറേ എല്ലാവരും ഓടി അവളെ കാണുമ്പോൾ. ഇവിടെ ഒളിച്ചിരിക്കുന്നുണ്ട് കേട്ടോ, പൊങ്ങി വരും കുറച്ച് ചെയ്യുമ്പോൾ. അപ്പോൾ ചോറ് വിളമ്പിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നല്ല ചീര കൂട്ടാൻ. എനിക്ക് ഈ ചീരക്കറി ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഇവിടെ ഉണ്ടായ ചീരയാണ്. അപ്പോൾ വിഷമൊന്നും അടിക്കാത്ത നല്ല അടിപൊളി ചീരയാണ്. പിന്നെ ചീര കഴിച്ച് നിറച്ച് മുടിയൊക്കെ വരും. നമ്മൾ അങ്ങനെയൊക്കെ പറഞ്ഞാലേ പിള്ളേരെ പറ്റിക്കുക. പാത്തുവിൻ്റെ അടുത്ത് പറഞ്ഞ അവളെന്താ പറയുക അറിയോ? പാറക്കുട്ടൻ പറയും, എനിക്ക് മുടി വേണ്ട അമ്മ, വേണ്ട സമയത്ത് അവൾ മറ്റേ വിഗ് വെച്ചോളാം, അത്രേ കഷ്ടപ്പെടാൻ വയ്യാണ് അത്രയും നാൾ നോക്കിയിട്ട്. ശരിയാണല്ലേ, നമ്മൾ വെറുതെ കഷ്ടപ്പെട്ടിരുന്നതിനാ. അപ്പോൾ അടുത്തത് നല്ല കൂർക്കപ്പേരിയാണ്. അപ്പോൾ അതെ, കുറച്ച് കൂർക്കപ്പേരിയും കൂടെ ഞാനത് സൈഡിലേക്ക് വിളമ്പുന്നുണ്ട്. ഇനി എന്ത് വിളമ്പാം? ചാളക്കറി വിളമ്പാം കേട്ടോ. ചാളക്കറി ഇല്ലാതെ എന്ത് ഈദാഘോഷം. ചാള മാങ്ങയിട്ട് വെച്ച കറിയാണ് കേട്ടോ. അപ്പോൾ അതും കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു മുട്ടക്കുട്ടനെ, മുട്ട മസാല. അപ്പം ഞാൻ എഗ്ഗ് കൊടുത്ത് വെച്ചു. ഇനി ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇതാണ്, സ്ക്വിഡ്. ഇത് പാത്തുവിന് വേണ്ടി മാത്രം വാങ്ങിയതാണ്. ഞാൻ ആദ്യം വിചാരിച്ച കേട്ടോ, സ്ക്വിഡ് കണ്ടോ ഞാൻ നോക്കി, സ്ക്വിഡ് നിറച്ചെന്നൊരു ട്രെൻഡ് ഐറ്റം അല്ലേ, അതുണ്ടാക്കിയാലൊന്ന് ആലോചിച്ചാണ്. പിന്നെ അത്രയും പണിയെടുക്കാൻ വയ്യാത്ത കാരണം ഞാൻ അത് വേണ്ടെന്ന് വെച്ചിട്ട് സ്ക്വിഡ് മസാല തന്നെ ഉണ്ടാക്കി. അപ്പോൾ സ്ക്വിഡ് റോസ്റ്റ് വിളമ്പിയിട്ടുണ്ട്. ഇടത്തൊക്കെ ഉണ്ട്, വലത്തൊക്കെ ഉണ്ട് ഒഴിക്കണോ. അപ്പോൾ ഇനി അടുത്തത് വിളമ്പാനുള്ളത് കഴിച്ചു തുടങ്ങി എരിവുണ്ടാവും ചെറുതായിട്ട്, ഒരുപാട് എരിവിട്ടുള്ള പെരുതി നോക്കി. കുറേ നാളായിട്ടോ കിളിമീനൊക്കെ വാങ്ങി ഫ്രൈ ചെയ്ത്, മിക്കവാറും ചാള, കൊഴുവ അങ്ങനത്തെ മീനൊക്കെ വാങ്ങുള്ളൂ. കിളിമീൻ വാങ്ങാറൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്നലെ അമ്മയ്ക്ക് മാർക്കറ്റിൽ പോയപ്പോൾ കിളിമീൻ വാങ്ങണമെന്നൊരാഗ്രഹം. അപ്പോൾ കിളിമീൻ വാങ്ങി നല്ല ഡീപ്പ് ഫ്രൈ അല്ല കേട്ടോ, ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. പറവനി മീൻ വറക്കണം കേട്ടോ. പൊള്ളിച്ചത് പറഞ്ഞ് മണത്തിൻ്റെ ഈ മണം തൊട്ടൊക്കെ കേട്ടപ്പോൾ തുടങ്ങിയിട്ട് അമ്മേ ചോറ് തരൂ പറയും. ഞാൻ പറഞ്ഞു ഇല്ല, ആദ്യം വീഡിയോ ചെയ്യാം എന്നിട്ട് ചോറ് തരാമെന്ന് പറഞ്ഞു. അല്ലേടാ പാവം. അപ്പോൾ നമുക്ക് കൊണ്ടു തുടങ്ങിയാലോ. ഇനി അത് കഴിഞ്ഞിട്ട് ഇതേ കഴിക്കാൻ ഞാൻ കുറച്ച് ഫ്രൂട്ടും, കാരണം എരിവുണ്ടാവും, കുറച്ച് ജ്യൂസും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് വിളമ്പാൻ ബാക്കി. ഇന്നലത്തെ അച്ചിങ്ങുപ്പേരി ഉണ്ട്. ഇന്നലെ ഞാൻ വീട്ടിൽ കഴിക്കാറില്ല, ഇന്നലെ സദ്യ ഉണ്ട്. അച്ചിങ്ങുപ്പേരി ഉണ്ട് പറഞ്ഞു, ഞാൻ എടുക്കാൻ മറന്നു, ഫ്രിഡ്ജിൽ ഇരിക്കണ്ടാവും. അപ്പോൾ ഇത് നമ്മുടെ പ്ലേറ്റ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഞാനും പാത്തുക്കുട്ടനും ഊണ് കഴിക്കട്ടെ. അപ്പം ആദ്യം പാത്തുക്കുട്ടന് കൊടുക്കുന്നത് കുറച്ച് കിളിമീൻ്റെ ഫ്രൈ ഇതേ ഇങ്ങനെ പൊട്ടിച്ചെടുത്തിട്ട്, മുള്ളുണ്ടാവും. എനിക്ക് സത്യം പറഞ്ഞ പിള്ളേർക്ക് മീൻ കൊടുക്കാൻ ഭയങ്കര പേടിയാണ്. ഒരു സ്ക്വിഡും കൂടെ വെച്ചിട്ട്. പിന്നെ ഈ കുഞ്ഞി പെണ്ണ് ചീര കഴിക്കുകയില്ല കേട്ടോ. ഇവളെ ഞാൻ ഭീഷണിപ്പെടുത്തിയ ചീര കഴിപ്പിക്കുക. പച്ച കളറേ ഇവൾക്ക് ഇഷ്ടമല്ല. കുറുക്ക് ഇഷ്ടമാണല്ലേ? എന്നൊരു കുറുക്ക് കഴിക്കും. ഇനി ഞാൻ കഴിക്കട്ടെ. എനിക്ക് ചാളക്കറി ഊട്ടിയുണ്ട്, നല്ല ചൂടുണ്ട് കേട്ടോ. വീഡിയോ എടുക്കാൻ വോയിസ് ക്ലിയറിന് വേണ്ടി ഫാൻ ഓഫ് ചെയ്തു, നല്ല ചൂട്. അപ്പം ഞാൻ കുറച്ച് നല്ല ചാളക്കറി മാങ്ങയൊക്കെ എടുത്തിട്ട് ചാളക്കറിയില്ല, ഇരുന്ന് പുളിയൊക്കെ ഇറങ്ങിയിട്ട് അടിപൊളിയായിട്ടുണ്ട്. പാവ എൻ്റെ ക്യാമറാമാന് വിശക്കുന്നുണ്ടാവും. സൂപ്പർ സൂപ്പർ എന്ന് പറഞ്ഞാൽ പോരാ, അടിപൊളി ഗുണം.
എനിക്കിപ്പോൾ വീട്ടിൽ നിന്ന് ഉണ്ടായാലേ ഒരു തൃപ്തി വരുന്നതായി. നമ്മൾ കുക്ക് ചെയ്ത് എല്ലാവരും നല്ലതെന്നൊക്കെ പറഞ്ഞ് കഴിക്കുക നമുക്ക് പ്രത്യേക സന്തോഷമല്ലേ. ഞാൻ എൻ്റെ കേസിൽ സ്വന്തമായിട്ട് നല്ലതെന്ന് പറയും. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. ബൈ ബൈ. ഓ ഭയങ്കര പൊളിയാ. അമ്മ ഒതുക്കി കഴിക്കാൻ പറ്റില്ല.